Good morning, students. Conic section എന്ന ചാപ്റ്ററിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇക്വേഷൻസ് ഓഫ് പരാബോള ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത കോണിക്കാണ് എലിപ്സ്. എന്താണ് എലിപ്സിൻ്റെ ഷേപ്പ്, എങ്ങനെയാണ് എലിപ്സ് ഫോം ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. നമ്മളിവിടെ എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എലിപ്സുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ടേംസുകളാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഡിസ്കഷൻ നടത്തുന്നത്. ഇപ്പോൾ പരാബോളയിൽ നമ്മൾ ഫോക്കസ്, വെർട്ടെക്സ്, ഡയറക്ട്രിക്സ്, ആക്സിസ്, അതുപോലെ എലിപ്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ടെന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇക്വേഷൻ ഓഫ് ആൻ എലിപ്സ്, എലിപ്സിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളതാണ് ആദ്യം പറയുന്നത്. എലിപ്സ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ such that sum of whose distance from two fixed point in the plane is a constant. Set of all points in a plane, പ്ലെയിനിലെ എല്ലാ പോയിന്റ്സിൻ്റെ സെറ്റാണ്. ആ പ്ലെയിൻ എങ്ങനെ, ആ പോയിന്റ് എങ്ങനെയാണ്? such that the sum of whose distance from two fixed point, രണ്ട് ഫിക്സഡ് പോയിന്റിൽ നിന്ന് അതിൻ്റെ സം എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ മൂവ് ചെയ്യുന്ന പോയിന്റ്സിൻ്റെ സെറ്റിനെയാണ് നമ്മൾ പരാബോള എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന പോയിന്റ്സുകളെല്ലാം കൂട്ടിച്ചേർന്നാൽ നമുക്ക് പരാബോളയുടെ ഷേപ്പ് കിട്ടും. സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ സച്ച് ദാറ്റ് ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ടു ഫിക്സഡ് പോയിന്റ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ നമ്മളൊന്ന് ഫിഗറിലൊന്ന് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ പി എക്സ് വൈ എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുന്നു. ഈ പി നമ്മൾ മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് പരാബോള കിട്ടുന്നത്. രണ്ട് ഫിക്സഡ് പോയിന്റ് എയും ബിയും. ഇനി പരാബോള എങ്ങനെയാണ്? സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ, ആ പോയിന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റാണ് പി. ഈ പി പ്ലെയിനിൽ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? പിയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസും പിയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസും ആഡ് ചെയ്താൽ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. പി എ പ്ലസ് പി ബി എപ്പോഴും എന്തായിരിക്കും? അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മളിവിടെ രണ്ട് ലെങ്ത് എടുക്കുന്നു. പി എയുടെയും പി ബിയുടെയും സമ്മ് 6 എപ്പോഴും 6 ആകത്തക്ക രീതിയിൽ പി എയും ബിയും രണ്ട് ഫിക്സഡ് പോയിന്റ് എടുക്കും. പി എ പ്ലസ് പി ബി, പി ഇങ്ങനെ മൂവ് ചെയ്യാണ്. മൂവ് ചെയ്യുന്ന ഏത് അടുത്ത പൊസിഷനിലേക്ക് എത്തുമ്പോഴും പി എ പ്ലസ് പി ബി എന്തായിരിക്കും? 6 ആയിരിക്കും. തൊട്ടടുത്ത പൊസിഷനിലേക്ക് എത്തുമ്പോഴും പി എ പ്ലസ് പി ബി എന്തായിരിക്കും? 6. നോക്കുക, ഇവിടെ പി എയുടെ ലെങ്ത് 1.47, പി ബിയുടെ ലെങ്ത് 4.57. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 ആയിരിക്കും. അപ്പം ഇങ്ങനെ പി അങ്ങനെ എപ്പോഴും 6 ആകത്തക്ക രീതിയിൽ പി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പാത്തായിരിക്കും എന്തോരം എലിപ്സിൻ്റെ എലിപ്റ്റിക്കൽ പാത്തായിരിക്കും. നോക്കുക, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ആ പി മൂവ് ചെയ്യുമ്പോൾ ആ പി എ പ്ലസ് പി ബി നോക്കുക അവിടെ നിർത്തുന്നു. പി എയുടെ ലെങ്ത് 1.58, പി ബിയുടെ ലെങ്ത് 4.42. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6. ഇനി ഒന്നും കൂടി മൂവ് ചെയ്യാണ്. നോക്കുക, ഇവിടെ അടുത്ത പൊസിഷനിൽ 2.22, 3.78 ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6. ഇങ്ങനെ ആ മൂവ് ചെയ്യുന്ന പോയിന്റുകളെല്ലാം കൂടി കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്ന ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് കിട്ടുന്നത്. Set of all points in a plane such that its distance from two point, ഇവിടെ 2 point എന്താണ്? എയും ബിയും. Always sum of whose distance from two fixed point always a constant. Set of all points in a plane such that its sum of its distance from two fixed point always a constant. That is here P is represents the set of all points in plane such that P moves in a plane in such a way that PA plus PB is equal to 6. ആ രീതിയിൽ മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇതാണ് ഇവിടുത്തെ ഈ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ഒന്ന് രണ്ട് ടേമുകൾ നമ്മളിവിടെ പറയുകയാണ്.
Now line segment passing through two focus. ഈ ഫിക്സഡ് പോയിന്റിന് പറയുന്ന പേരാണ് ഫോക്കസ് എന്ന് പറയും. എയും ബിയും ഇവിടെ രണ്ട് ഫിക്സഡ് പോയിന്റ് അല്ലേ. ഈ ഫിക്സഡ് പോയിന്റിന് പറയുന്ന പേരാണ് ഫോക്കസ് ഓഫ് ദ എലിപ്സ്. ഫോക്കസ് എന്നല്ല, ഫോക്കസ് സിംഗുലാർ ഫോം ആണ്. ഇവിടെ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് പറയും, ഫോസൈ എന്ന് പറയും. ഇപ്പൊ രണ്ട് ഫോക്കസ് ഉണ്ട് എലിപ്സിൽ. ഇനി ഈ ഫോസയിൽ കൂടെ കടന്നു പോകുന്ന ലൈനെയാണ് നമ്മൾ മേജർ ലൈൻ സെഗ്മെന്റ് ഇവിടെ വരെ കട്ട് ചെയ്യുന്ന ഈ എൻ പോയിന്റ് ഉണ്ട് ഇ എഫ്. ഈ ഇ എഫിന് പറയുന്ന പേരാണ് മേജർ ആക്സിസ് ഓഫ് ദ എലിപ്സ്. അപ്പോൾ മേജർ ആക്സിസ് ഓഫ് എൻ എലിപ്സ് എന്താണ്? ഇറ്റ് ഈസ് ദ ലൈൻ സെഗ്മെന്റ് പാസിംഗ് ത്രൂ ദ ഫോസൈ ഓഫ് ആൻ എലിപ്സ്. അങ്ങനെയാണ് മൈനർ ആക്സിസ് എന്ന് പറയുന്നത്. മൈനർ ആക്സിസ് പറയുന്നതിന് മുമ്പ് വാട്ട് ഈസ് എ സെന്റർ എന്ന് പറയണം. നമുക്ക് ഇവിടെ ഫോക്കസ് കണ്ട എയും ബിയും, എ ബിയുടെ മിഡ് പോയിന്റിനെയാണ് നമ്മൾ സെന്റർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ സെന്റർ? സെന്റർ is the midpoint of the line segment joining two foci of an ellipse. രണ്ട് ഫോസൈ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് ആൻ എലിപ്സ്. സെന്റർ is denoted by O. Now we define minor axis. മേജർ ആക്സിസ് പറഞ്ഞു എന്താണ്? ഫോക്കസിൽ കൂടെ കടന്നു പോകുന്ന ലൈൻ സെഗ്മെന്റിനെയാണ് നമ്മൾ മേജർ ആക്സിസ് എന്ന് പറയുന്നത്. മൈനർ ആക്സിസ് is a line perpendicular to major axis and passing through the center. It is a line segment. Endpoints lie on the ellipse HG, which is perpendicular to major axis and passing through the center of the ellipse is called major axis. അപ്പോൾ ഇത്രയാണ് ഒരു എലിപ്സുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. എന്തൊക്കെയാണ്? സെന്റർ, ഫോസൈ, മേജർ ആക്സിസ്, മൈനർ ആക്സിസ്. ഓക്കെ, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത എലിപ്സ്. ടു ഫിക്സഡ് പോയിന്റ്സ് ആർ കാൾഡ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ദ ഫോസൈ ഓഫ് ദ എലിപ്സ്. ഇവിടെ ഏതൊക്കെയാണ് ഫോസൈ? എയും ബിയും. അടുത്തത് മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ ഫോസൈ. ഫോസൈ ഏതാണ്? എയും ബിയും. ആ എ ബിയുടെയും എ ബി എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് മിഡ് പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെന്റർ ഓഫ് ദ എലിപ്സ്. ഓ ഈസ് ദ സെന്റർ. അടുത്തത് ദ ലൈൻ സെഗ്മെന്റ് ത്രൂ ഫോസൈ ഓഫ് ദ എലിപ്സ് ഈസ് കാൾഡ് മേജർ ആക്സിസ്. ഇ എഫ് ഇവിടെ എന്തായിരിക്കും? ഇ എഫ് ആയിരിക്കും മേജർ ആക്സിസ്. ഇറ്റ് ഈസ് ദ ലൈൻ സെഗ്മെന്റ് ത്രൂ ദ ഫോസൈ. ഫോസൈ കൂടെ പോകുന്ന ലൈൻ സെഗ്മെന്റ് ആൻഡ് whose endpoints lie on the ellipse is called major axis. Minor axis എന്താണ്? It is a line perpendicular to major axis and passing through center is called minor axis. ഇനി ഒരു ടേമും കൂടി ഇതിൽ പഠിക്കാണ്ട്. endpoints of major axis ഇവിടെ എന്താണ്? ഇയും എഫും are called vertices. Minor axis vertices എന്ന് പറയുന്നത് എന്താണ്? End point of the major axis are called vertices. ഇവിടെ ഏതൊക്കെയാണ് vertices? ഇയും എഫും. ഇത്രയാണ് എലിപ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടേംസ്. ഇനി നമ്മൾ രണ്ട് ടേമും കൂടി പറയുന്നുണ്ട്. വാട്ട് ഈസ് ആൻ എക്സെൻട്രിസിറ്റി ആൻഡ് നമ്മൾ പരാബോളെ പറഞ്ഞ പോലെ ലാറ്റസ് റെക്റ്റം. അതിന് മുന്നോടിയായിട്ട് നമ്മളൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ഒരു റിലേഷൻ നമ്മൾ കണ്ടെത്തുകയാണ്. അത് കണ്ടെത്താൻ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുകയാണ്. ലെറ്റ് ദ ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ് ഇസ് 2a. ഈ എലിപ്സിൽ മേജർ ആക്സിസ് എന്താണ്? പാസിംഗ് ത്രൂ ഫോസൈ. ഫോസൈ ഏതൊക്കെയാണ്? എയും ബിയും. അതിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ഇ എഫ്. അതിന്റെ ലെങ്ത് നമ്മൾ 2a ആയിട്ട് എടുക്കും. അപ്പോൾ ഇ എഫ് ഇസ് ഈക്വൽ ടു 2a. O എന്ന് പറയുന്ന സെന്റർ ഓഫ് ദ എലിപ്സ് ആണ്. അതായത് എ ബി എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇ എഫിന്റെ മിഡ് പോയിന്റും O തന്നെയായിട്ട് വരും. അപ്പോൾ ഇ എഫിന്റെ ലെങ്ത് നമ്മൾ 2a എടുത്തുകൊണ്ട് ഒ എഫ് എന്ന് പറയുന്നത് എന്ത് വരും? എ ആയിട്ട് അതിന്റെ പകുതിയായിട്ട് വരും. ഇനി ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ദാറ്റ് ഈസ് ജി എച്ച്, അതെന്തായിട്ട് എടുത്തു? 2b. ലെറ്റ് ദ ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 2b. therefore HG ആണ് മൈനർ ആക്സിസ് 2b ആയിട്ട് വരും. then the length of semi major axis. മേജർ ആക്സിന്റെ ഹാഫിനെയാണ് നമ്മൾ സെമി മേജർ ആക്സിസ് എന്ന് പറയുന്നത്. ഇ എഫ് ആണ് മേജർ ആക്സിസ്. സെമി മേജർ ആക്സിസ് ഒ എഫ്, അത് അതിന്റെ പകുതി എന്ത് വരും? ഒ എ.
സെമി മൈനർ ആക്സിസ് OHB. ഇനി നമ്മൾ എടുക്കുക ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഫോസൈ. എയും ബിയും ആണ് രണ്ട് ഫോസൈ. അതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ 2C എന്നെടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും AB-യുടെ ലെങ്ത് 2C. അപ്പോൾ OB-യുടെ ലെങ്ത് എന്തായി മാറും? അതിൻ്റെ ഹാഫ്. കാരണം O മിഡ് പോയിന്റ് ഓഫ് AC ആണ്. അതുകൊണ്ട് OB = C എന്ന് വരും. അപ്പം ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നു ടു ഫൈൻഡ് എ റിലേഷൻ ബിറ്റ്വീൻ A, B ആൻഡ് C. അതായത് റിലേഷൻ ബിറ്റ്വീൻ സെമി മേജർ ആക്സിസ്, സെമി മൈനർ ആക്സിസ് ആൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ടു ദ വൺ ഓഫ് ദ ഫോസൈ. അല്ലേ? OB എന്ന് പറയുന്നത് എന്താണ്? ഒറിജിനിൽ നിന്ന് ഒരു ഫോസയിലേക്കുള്ള ലെങ്ത് ആണ് OB. അല്ല, OB എന്ന് പറയുന്നത് B ഫോസൈ ആണ് OB. C എന്ന് പറയുന്നത് എന്താണ്? OB-യിലേക്കുള്ള ലെങ്ത്തും OA-യിലേക്കുള്ള ലെങ്ത്തും സെയിം ആണ്. OAയും C തന്നെയാണ് ലെങ്ത്. അപ്പോൾ ഈ സിയും എയും ബിയും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മളിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? 2A മേജർ ആക്സിസ് ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് സെമി മേജർ ആക്സിസ്, ബി എന്ന് പറയുന്നത് സെമി മൈനർ ആക്സിസ്, സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ടു ദ വൺ ഓഫ് ദ ഫോസൈ ഓഫ് ആൻ എലിപ്സ്. അല്ലേ? ബി ഒരു ഫോസൈ ആണ്, അതിലേക്കുള്ള ലെങ്ത് ആണ് സി. അപ്പോൾ അതിന് നമ്മൾ that is a relationship between semi major axis, semi minor axis and the distance of the foci from the center of the ellipse. Center of the ellipse. Center ആണ് O. ഒറിജിനിൽ നിന്ന് ഒരു ഫോക്കസിലേക്കുള്ള ലെങ്ത് എയും ബിയും തന്നു കഴിഞ്ഞാലുള്ള റിലേഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന് സിൻസ് F is a point on the ellipse, F എന്ന് പറയുന്നത് ഈ എലിപ്സിലെ ഒരു പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് രണ്ട് ഫോസയിലേക്കുള്ള ലെങ്ത്തിന്റെ സം ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് AF പ്ലസ് BF = a കോൺസ്റ്റന്റ്. അതുപോലെ ഇയും ഒരു പോയിന്റ് ഓൺ ദ എലിപ്സ് ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക? AE പ്ലസ് BE, സോറി H. സിൻസ് H is a point on the ellipse, AH plus BH is a constant. ആദ്യം എഫ് എടുക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? AF plus BF എ കോൺസ്റ്റന്റ്, ഒരു ആ സമ്മ കോൺസ്റ്റന്റ്. അത് തന്നെ ആയിരിക്കും, ആ കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും എന്ത്? എച്ചും എലിപ്സിലെ ഒരു പോയിന്റ് ആയതുകൊണ്ട് AH plus BH is a കോൺസ്റ്റന്റ്. അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് സമ്മ എപ്പോഴും തുല്യമായിരിക്കും. ഈ എന്താണോ കോൺസ്റ്റന്റ്, ആ കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും ഇവിടെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? AF plus BF = AH plus BH. AF plus BF plus BF plus BF = AH plus BH. നമ്മളിവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ, നേരത്തെ എഴുതിയ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി ഇവിടെ എഴുതുന്നു. EF 2A മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, സെമി മേജർ, സെമി മൈനർ. AB-യുടെ ലെങ്ത് നമ്മൾ 2C ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ സെന്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ലെങ്ത് OBC ആണ്. ഇനി നമ്മൾ AF plus BF എന്താണെന്ന് നോക്കുക. ദാറ്റ് ഈസ് AF plus BF. നോക്കുക, AF plus BF. AFനെ ഞാൻ എഴുതുന്നു AO plus OF എന്നെഴുതി കൂടെ. AFന്റെ ലെങ്ത് AO plus OF. ഈ പ്രൂഫ് ഒന്നും നമുക്ക് ആവശ്യമില്ല, എന്നാലും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നുള്ളൂ. അപ്പോൾ AFനെ നമ്മൾ AO plus OF എന്നെഴുതി. ഇനി BFനെ OF minus OB എഴുതി കൂടെ. OFൽ നിന്ന് OB കുറച്ചാൽ BF കിട്ടും. ഇനി AO is same as OB. ഇത് മിഡ് പോയിന്റ് ആണ്. അപ്പോൾ OB-യുടെയും OA-യുടെയും ലെങ്ത് സെയിം ആണ്. OA എന്ന് പറയുന്നത് തന്നെയാണ് AO. അപ്പോൾ AOക്ക് നമ്മൾ റീപ്ലേസ് ചെയ്യാം OB. അടുത്ത സ്റ്റെപ്പിൽ AOക്ക് പകരം OB കൊടുക്കുന്നു പ്ലസ് OF. ഇത് അതുപോലെ തന്നെ എഴുതുന്നു. നോക്കുക, പ്ലസ് OBയും മൈനസ് OBയും ക്യാൻസൽ. ബാക്കി OF പ്ലസ് OF = 2OF. OFന്റെ ലെങ്ത് ഇവിടെ നമുക്കറിയാം A ആണ്, അല്ലേ? EF 2A ആണ്. അതിൻ്റെ ഹാഫ് ആയിരിക്കും സെമി മേജർ ആക്സിസ് OF. therefore 2 is into A എന്ന് AF plus BF. ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 2A കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? AH plus BH എന്താണെന്ന് നോക്കുക. AH ഇത് BH. നോക്കുക, ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. ഈ ലെങ്ത് എന്താണ്? C ആണ്, അല്ലേ? ഈ ലെങ്ത് എന്താണ്? സെമി മൈനർ ആക്സിസ് ആണ്, B ആണ്. അങ്ങനെയാണെങ്കിൽ BH എന്ന് പറയുന്നത് എന്ത് വരും? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട്
ബി എച്ചും ഈ എ എച്ച് ഇതും ബി തന്നെ ആയിരിക്കും, ഈ ലെങ്തും സി തന്നെയാണ്. അപ്പോൾ എ എച്ച് ഇസ് ഈക്വൽ ടു ബി എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇത് രണ്ടും അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 2a എന്ന് കിട്ടി, റൈറ്റ് ഹാൻഡ് സൈഡ് 2 into b square plus c square. അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2 ക്യാൻസൽ ഫോർ a is equal to root of b square plus c square. ഇത് തന്നെയാണ് അതിന്റെ ഒരു റിലേഷൻ ബിറ്റ്വീൻ a b c. ഓർ സ്ക്വയർ ചെയ്യുമ്പോൾ a square is equal to b square plus c square or c square is equal to a square minus b square, which is the relation between a b c or semi major axis, semi minor axis and the distance from the center to the focus of an ellipse. C square is equal to a square minus b square. Okay, ഈ റിലേഷൻ മാത്രം ഓർത്തിരിക്കുക, പ്രൂഫ് ഒന്നും നമുക്ക് ആവശ്യമില്ല. റിലേഷൻ ബിറ്റ്വീൻ എ ബി സി is equal to c square is equal to a square minus b square or c is equal to root of a square minus b square. പ്ലസ് ഓർ മൈനസ് ഉണ്ട്, നമ്മൾ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് പ്ലസ് എടുക്കുന്നു. ഇത് ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ നോട്ടായിട്ട് നമ്മൾ എഴുതുന്നു. അത് നോട്ട്ബുക്കിലേക്ക് എഴുതാൻ വേണ്ടിയിട്ടാണിത്. ഈ കാര്യങ്ങൾ അത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് റിലേഷൻ ബിറ്റ്വീൻ എ ബി സി. ഇതാണ് ബോക്സിലിട്ടിരിക്കുന്ന ബൈ ഹാർട്ട് ചെയ്യേണ്ട, മാത്രം പഠിച്ചാൽ മതി, പ്രൂഫ് ഒന്നും ആവശ്യമില്ല. ഇനി ഇതിൽ എക്സെൻട്രിസിറ്റി ഓഫ് ആൻ എലിപ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എക്സെൻട്രിസിറ്റി is denoted by E of an ellipse is the ratio. റേഷ്യോ എന്ന് പറഞ്ഞാൽ it is the ratio numerator divided by denominator. ആ റേഷ്യോ എങ്ങനെയാണ്? It is a distance from the center of the ellipse. Distance from the center of the ellipse to one of the foci. അത് C ആണ് അല്ലേ? സെന്ററിൽ നിന്ന് ഒരു ഫോസയിലേക്കുള്ള ഡിസ്റ്റൻസും ഡിവൈഡഡ് ബൈ distance from the center of the ellipse to one of the vertices. അതെന്തായിരിക്കും? A. That is eccentricity E is denoted by C by A. Now lattice rectum. പരാബോളയുടെ ലാറ്റസ് റെക്ടം പറഞ്ഞിരുന്നു. അതുപോലെ എലിപ്സിന്റെ ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൈൻ സെഗ്മെന്റ് perpendicular to major axis and passing through the one of the foci and whose endpoints lie on the ellipse is called lattice rectum. ഈ ലെങ്ത് ആണ്, ഈ ലെങ്തിനെയാണ് എലിപ്സിന്റെ ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത്. ലാറ്റസ് റെക്ടം ഓഫ് ആൻ എലിപ്സ് is a line segment perpendicular to the major axis through any one of the foci and whose endpoints lie on the parabola is called lattice rectum. Eccentricity is equal to C by A. It is the ratio of a distance from the center of the ellipse to one of the foci. Center of the ellipse to one of the foci and to അതാണ് C by to one of the vertices of the ellipse. ellipse ഒറിജിൻ എലിപ്സ് എന്ന് പറയുന്ന ലെങ്ത് എത്രയാണ്? A ആണ്. ഇവിടുന്ന് ഇവിടം വരെയുള്ള എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓയിൽ നിന്ന് ബി എന്നാണ്, അതാണ് സി ബൈ ഓയിൽ നിന്ന് എഫിലേക്കുള്ള ഡിസ്റ്റൻസ് OF. OB by OF ഈസ് കാൾഡ് എക്സെൻട്രിസിറ്റി. OB എന്ന് പറയുന്നത് C, OF എന്ന് പറയുന്നത് ഇത് സെമി മൈനർ ആക്സ് മേജർ ആക്സ് അല്ലേ, അപ്പോൾ അത് A ആണ് ഈ ലെങ്ത്, C by A. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് പറയുകയാണ്. എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമ്മൾ പരാബോള പറഞ്ഞ പോലെ അതിനൊരു എക്സ് ആക്സും വൈ ആക്സിലും നമ്മൾ ഈ പരാബോളയെ നമ്മൾ അതിൻ്റെ സെന്റർ ഒറിജിൻ ആയിട്ട് എടുക്കും. കൺസിഡർ ആൻ എലിപ്സ് whose center is at the origin and foci are on the x axis. നമ്മൾ പരാബോളയിൽ നമ്മൾ എങ്ങനെയാണ് എടുത്തത്? വെർട്ടെക്സ് അറ്റ് ദ ഒറിജിൻ. ഇവിടെ എന്താണ്? സെന്റർ ഈസ് അറ്റ് ദ ഒറിജിൻ ആൻഡ് ഫോസൈ ആർ ഓൺ ദ എക്സ് ആക്സിസ്. ഫോക്കസ് രണ്ട് ഫോസൈ ഉണ്ട്, ആ ഫോസൈ ഏത് ആക്സിലാണ് കിടക്കുന്നത്? എക്സ് ആക്സിൽ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും ഫോസൈ ഓൺ വൈ ആക്സിസ്. അപ്പോൾ നമ്മൾ PXY സെറ്റ് പോയിന്റ് നമ്മൾ നേരത്തെ ചെയ്ത് തന്നെ എയും ബിയും എടുക്കുന്നു. PA is equal to PA plus PB is always a constant. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു പരാബോള P മൂവ് ചെയ്യുന്നത് എപ്പോഴും എന്താണ്? PAയും PBയും കൂട്ടിയാൽ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആകത്തക്ക രീതിയിലാണ് P എന്ന് പറയുന്ന പോയിന്റ് മൂവ് ചെയ്യുന്നത്. എയും ബിയും ആണ് ഫിക്സഡ് പോയിന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോസൈ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു എലിപ്സ്
ഈ പി എന്ന് പറയുന്ന പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ മൂവ് ചെയ്യുമ്പോഴാണ് എലിപ്സ് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യണം. അപ്പോൾ എലിപ്സ് നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ മേജർ ആക്സ് ഇ എഫ് passing through foci line segment passing through foci, that is EF. Minor axis line segment passing through perpendicular to major axis and passing through the center of the ellipse, that is HG. Now take center as the origin of the origin. അപ്പോൾ നമുക്ക് രണ്ട് ആക്സും ആണ്, x ആക്സ് y ആക്സും ആണ്. Take x ആക്സ് along മേജർ ആക്സിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ എക്സ് ആക്സ് എടുക്കുന്നു, മൈനർ ആക്സിൻ്റെ ഡയറക്ഷനിൽ വൈ ആക്സ് എടുക്കുന്നു. നൗ ടേക്ക് ദ ഫോസൈ ആർ C0 ആൻഡ് -C0. ഇതിൻ്റെ ഫോക്കസ് നമുക്ക് എന്തായിട്ട് എടുത്തു? C0. അപ്പോൾ ഒയിൽ നിന്ന് ബിയിലേക്കുള്ള ലെങ്ത് എന്താണ്? C ആണ്. അപ്പോൾ എ ബിയുടെ ലെങ്ത് എന്ത് വരും? 2C വരും. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ സെഗ്മെന്റ്, ലെങ്ത് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് to foci is 2C. Therefore OC is equal to ഈ ലെങ്ത് C ആയി. അപ്പോൾ ബിയുടെ കോർഡിനേറ്റ് C0, എയുടെ കോർഡിനേറ്റ് -C0. അപ്പോൾ ഫിഗർ ഇവിടെ നമ്മൾ കൊടുക്കും. നമുക്ക് എടുക്കില്ല ദ കോർഡിനേറ്റ് ഓഫ് എ ഫോസൈ എ -C0, ബി C0. നമ്മൾ പ്രൂഫ് എന്ന അറിവിലേക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി, ഈ പരാബോളയുടെ ഇക്വേഷൻ എന്താണെന്നുള്ളത്. നോട്ട് നമ്മൾ എന്തെടുക്കുന്നു? ടേക്ക് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ഇ എഫിന്റെ ലെങ്ത് 2a ആയിട്ട് എടുക്കുന്നു. Therefore EF is equal to 2a. ഇനി നോക്ക് PXY is any point on the ellipse. അങ്ങനെയാണെങ്കിൽ PA plus PB ഒരു കോൺസ്റ്റന്റ് അല്ലേ? PAയും PBയും കൂടി കൂട്ടിയാൽ കിട്ടുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റിനെ ആയിരിക്കും ഈ സർക്കിളിലെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിൽ നിന്ന് എയിലേക്കും ബിയിലേക്കുമുള്ള ഡിസ്റ്റൻസിന്റെ സമ്മ് ഈ കോൺസ്റ്റന്റിനോട് തുല്യമാണ്. ഞാനിവിടെ ആദ്യം എഫ് എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? എ എഫ് അല്ല പി എ പ്ലസ് പി ബി എന്ന് പറയുന്നതിനോട് തുല്യം തന്നെയായിരിക്കും. നോക്കുക, എ എഫ് പ്ലസ് ബി എഫ്. കാരണം എന്താ? എഫ് ഈസ് എ പോയിന്റ് ഓൺ ദ എലിപ്സ്. Therefore we can say that AF plus BF is a constant. That constant is equal to the PA plus PB നോട് ഈക്വൽ ആയിരിക്കും. Therefore we can say that PA plus PB is equal to AF plus BF. മനസ്സിലായോ? പി ഈ സർക്കിളിലെ എലിപ്സിലെ ഒരു പോയിന്റ് ആയതുകൊണ്ട് പി എ പ്ലസ് പി ബി ഒരു കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റിനോട് തുല്യം തന്നെയാണ് എന്ത്? എഫും എലിപ്സിലെ പോയിന്റ് ആയതുകൊണ്ട് എ എഫ് പ്ലസ് ബി എഫിനോട് തുല്യമാണ്. അതേ തുല്യം തന്നെയാണ് ഈ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്? എ ഇ പ്ലസ് ബി ഈസ് ഈക്വൽ ടു പി എ പ്ലസ് പി. നമ്മളതൊരു ആൻസർ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതുള്ളതാണ്. ഇവിടെ എടുക്കുന്ന എല്ലാം ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? ഈ ഇതിലൊരു പോയിന്റ് ആയതുകൊണ്ട് എലിപ്സിലെ പോയിന്റ് ആയതുകൊണ്ട് എ ഇ പ്ലസ് ബി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് എന്തിനോട് ഈക്വൽ? പി എ പ്ലസ് പി. ഇനി ഇത് രണ്ടും ആഡ് ചെയ്യുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരേ ടേം ആണ്. 2 ടൈംസ് പി എ പ്ലസ് പി ബി. റൈറ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്യുന്നു. എ ഇ പ്ലസ് ബി എഫ് പ്ലസ് എ ഇ പ്ലസ് ബി. ഇനി എ എഫ് പ്ലസ് എ ഇത് രണ്ടും ആദ്യം എടുത്തെഴുതുന്നു. പ്ലസ് ബി എഫ് പ്ലസ് ബി ഇത് രണ്ടും ഒന്ന് അറേഞ്ച് ചെയ്തെഴുതുന്നു. നോക്കുക, എ എഫ് പ്ലസ് എ എന്ന് പറയുന്ന ഇ എഫ് അല്ലേ? ഇനി ബി എഫ് പ്ലസ് ബി എന്ന് പറയുന്ന ഇ എഫ്, ദാറ്റ് ഈസ് ഇ എഫ് പ്ലസ് ഇ എഫ്, ദാറ്റ് ഈസ് 2EF. ഇ എഫ് എന്താണെന്ന് കിട്ടി? 2a എന്ന് കിട്ടി. അപ്പോൾ 2 × 2a ദാറ്റ് ഈസ് 4a. അപ്പോൾ 2 × പി എ പ്ലസ് പി ബി ഈസ് ഈക്വൽ ടു 4a. ഒരു 2 ക്യാൻസൽ ചെയ്യുമ്പോൾ പി എ പ്ലസ് പി ബി ഈസ് ഈക്വൽ ടു 2a എന്ന് കിട്ടി. ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിച്ചും കൊണ്ട് പി എയുടെയും പി ബിയുടെയും വാല്യൂ ഇവിടെ പി എക്സ് വൈ എ മൈനസ് 0. അപ്പോൾ ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിച്ചും കൊണ്ട് നമുക്ക് ഇതിൽ ഓരോ ടേമും നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യും. അവിടെ കാൽക്കുലേഷനൊക്കെ സ്കിപ്പ് ചെയ്യാണ്. ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ആൻസർ ഇങ്ങനെ ആയിരിക്കും: x² / a² പ്ലസ് y² / a² മൈനസ് c² ഈസ് ഈക്വൽ ടു 1. നോക്കുക, ഈ സി എന്ന് പറയുന്ന ഈ ലെങ്ത്തും എ എന്ന് പറയുന്ന ഈ ലെങ്ത്തും ഇത് നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ എ ബി ആൻഡ് സി എന്ന് പറയുന്നതിൽ പഠിച്ചിട്ടുണ്ട്. a² ഈസ് ഈക്വൽ ടു
ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, അപ്പോൾ എ സ്ക്വയർ മൈനസ് സി സ്ക്വയറിന് നമുക്ക് എന്തായിട്ട് എഴുതാം? ബി സ്ക്വയർ ആയിട്ട് എഴുതാം. വേർ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ. ആ ബി സ്ക്വയർ, ബി എന്ന് പറയുന്നത് എന്താണ്? സെമി മൈനർ ആക്സിസ്. Which is the standard equation of ellipse whose center at origin, foci at minus c0, c0 and foci along x-axis, vertices ഒന്ന് എഫും ഇയും. എഫിന്റെ കോർഡിനേറ്റ് ഈ ലെങ്ത് എ അല്ലേ, അപ്പൊ a0, ഈ ലെങ്ത് എ ആണ്, പക്ഷെ നെഗറ്റീവ് ഡയറക്ഷൻ മൈനസ് a0, അതുകൊണ്ടാണ് വെർട്ടിസസ് a0 മൈനസ് a0. Which is the standard equation of an ellipse. ഇനി തിരിച്ച് ഫോസൈ അലോങ് വൈ ആക്സ് ആകുമ്പോൾ നിങ്ങൾക്ക് പറയാം, ഇതേ രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതായിരിക്കും ഷേപ്പ്. അപ്പോൾ മേജർ ആക്സ് അലോങ് വൈ ആക്സ് ആണ്. അപ്പോൾ എ ഈ ഡയറക്ഷനിൽ എടുക്കണം. 2a ലെങ്ത് HG, ഈ ലെങ്ത് ആണ് 2b. അപ്പോൾ ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ ഈ ലെങ്ത് ആണ് ബി സ്ക്വയർ, എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ അല്ലേ. നമ്മൾ ചെറിയത് എക്സിന്റെ എക്സ് സ്ക്വയറിന്റെ താഴെയായിട്ട് എഴുതും. അത് സെമി മേജർ മൈനർ ആക്സ് അലോങ് എക്സ് ആക്സ് ആണ്. എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1, വിച്ച് ഈസ് ദ ഇക്വേഷൻ ഓഫ് എലിപ്സ് whose major axis along y axis and foci 0 plus or minus c. ഒന്ന് 0c, ഒന്ന് 0 minus c. വെർട്ടിസസ് എന്ത് വരും? 0a 0 minus a, where b square is equal to a square minus c square. അപ്പോൾ ശ്രദ്ധിക്കണം, ഒരു എലിപ്സ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മേജർ ആക്സ് അലോങ് എക്സ് ആക്സിലാണോ വൈ ആക്സിലാണോ, അലോങ് എക്സ് ആക്സ് ആണോ വൈ ആക്സ് ആണോ എന്ന് തിരിച്ചറിയാൻ എന്ത് ചെയ്താൽ മതി? എക്സ് സ്ക്വയറിന്റെയും വൈ സ്ക്വയറിന്റെയും ഡിനോമിനേറ്ററിലെ കോയിഫിഷ്യന്റിന്റെ ഡിനോമിനേറ്റർ നോക്കുക, അതിൽ ഏതാണോ വലുത്. അപ്പോൾ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ഡിനോമിനേറ്റർ ആണ് വലുതെന്നുണ്ടെങ്കിൽ ആക്സ് അലോങ് എക്സ് ആക്സ്, വൈ സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ഡിനോമിനേറ്റർ ആണ് വലുതെങ്കിൽ ആക്സ് അലോങ് വൈ ആക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ എ ഗ്രേറ്റർ ദാൻ ബി ആണ് എടുത്തത്. അപ്പോൾ ആക്സ് അലോങ് വൈ ആക്സ്, ഫോസൈ 0 plus or minus c, vertices 0 plus a. Length of major axis 2a along y axis, length of minor axis 2b along x axis. ഇനി ലാറ്റസ് റെക്ടം ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഫോർമുല മാത്രം ഒന്ന് എഴുതുക, അതിന്റെ പ്രൂഫ് ആവശ്യമില്ല. സി ഡിയുടെ ലെങ്ത് ഇസ് ഈക്വൽ ടു 2b സ്ക്വയർ ബൈ എ. ഇത് കാണാതെ പഠിക്കേണ്ട റിസൾട്ട് ആണ്. ഇനി ഇതിന്റെ കൺസോളിഡേഷൻ ആണ്. ഈ ഒരു പേജ് പഠിച്ചതിലെല്ലാം ഉണ്ട്. ആക്സിസ് അലോങ് എക്സ്, മേജർ ആക്സ് അലോങ് എക്സ് ആക്സ്, ഇത് മേജർ ആക്സ് അലോങ് വൈ ആക്സ്. ഓക്കെ, ഇത്രയാണ് എലിപ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഫോർമുലകളെല്ലാം ബൈ ഹാർട്ട് ചെയ്ത പ്രൂഫ് നിങ്ങളൊരു മനസ്സിലാവാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി എലിപ്സുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത്.